സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മീഡിയ ആണ്. അതിനകത്ത് വിസിബിലിറ്റി ഉണ്ട്, ഓഡിയബിലിറ്റി ഉണ്ട്. അതായത് കേൾക്കുകയും ചെയ്യണം, കാണുകയും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാമറയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് അപ്പോൾ നമ്മൾ ക്യാമറയെ കുറിച്ച് ആദ്യം പഠിക്കുക. അപ്പോൾ ക്യാമറ നമ്മൾ സ്റ്റാൻഡിൽ പഠിപ്പിക്കുമ്പോൾ ക്യാമറ ഐ ലെവലിൽ ഈക്വലൻ്റ്, അതായത് ഏകദേശം ഒരാളുടെ ഹൈറ്റിലാണ് നമ്മൾ ക്യാമറ വെക്കേണ്ടത്. അതിനാണ് ഐ ലെവൽ എന്ന് പറയുന്നത്. ഐ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സ്ട്രൈറ്റ് ആണോ എന്ന് അറിയണം. അതിന് നമ്മൾ വാട്ടർ ലെവലിൽ നോക്കി ക്യാമറയുടെ സ്റ്റാൻഡ് അതിൻ്റെ പൊസിഷൻ കൂട്ടുകയോ കുറയുകയോ ചെയ്ത് വാട്ടർ ലെവലിൽ കറക്റ്റ് ആക്കി വെക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത്, ഒരു ക്യാമറയിൽ എങ്ങനെയാണ് ഒരു ചിത്രം പതിക്കുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പിൻഹോൾ ക്യാമറയിൽ ഒരു ബ്ലാക്ക് ബോക്സിൽ പ്രകാശം കടക്കാത്ത ഒരു ബ്ലാക്ക് ബോക്സിൽ ഒരു ചെറിയ ഹോൾ, മുട്ടുസൂചിയുടെ ഹോൾ ഇട്ടാൽ അതുവഴി പ്രകാശരശ്മി അകത്ത് കിടക്കുമ്പോൾ ഒരു തലതിരിഞ്ഞ രൂപം ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ഈ രൂപത്തിന് മാക്സിമം ക്ലാരിറ്റി കൊടുക്കാൻ കൂടുതൽ പ്രകാശരശ്മി അകത്തോട്ട് കടത്തുവാൻ മാത്രമേ ഒരു ലെൻസിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. സുതാര്യമായ ലെൻസിൽ കൂടെ വളരെ വ്യക്തമായ പ്രകാശരശ്മികളകത്ത് എങ്ങനെ ഒരു ചെറിയ വായുള്ള ഒരു കുപ്പിയിൽ ഒരു ചോർപ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെ കൂടുതൽ പ്രകാശരശ്മി അകത്തോട്ട് കടക്കാൻ ഉപയോഗിക്കുന്നതിന് ഒരു കോൺവെക്സ് ലെൻസ് ചെറിയ സുഷിച്ച് കൂടെ മാക്സിമം പ്രകാശനകത്തേക്ക് കൊടുക്കും. ഈ പ്രകാശത്തിന്റെ കൂടുതൽ കുറവ് അനുസരിച്ചായിരിക്കും ചിത്രത്തിന്റെ ക്ലാരിറ്റി കൂടുന്നതും കുറയും. എന്നാൽ പിക്ചർ ഉണ്ടാകാൻ ഐറിസ് ആണ് വേണ്ടത്. അപ്പൊ ഈ ഐറിസ് എത്രത്തോളം, ഇതാണ് ഐറിസ് കൺട്രോൾ. ഐറിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കൺമണി എന്ന് പറയത്തില്ലേ, കണ്ണിനകത്ത് ഒരു കറുത്ത വട്ടം കാണുന്നത്. അവിടെ ലെൻസും ഇല്ല, ഒന്നുമില്ല, ഒരു ഹോള് മാത്രമാണ്. അതിന്റെ ചുറ്റും നമ്മൾ കാണുന്ന കുറച്ച് വിരലിൽ ചുരുങ്ങിയ പോലെ കാണുന്നുണ്ട്. അതാണ് അതിന്റെ ഐറിസ് കൺട്രോൾ ഷട്ടർ. അപ്പൊ ഇവിടെ ഈ ലിവർ ഉപയോഗിച്ചിട്ട്, ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഐറിസ് കുറയ്ക്കുകയും കൂട്ടുകയുമാണ് ചെയ്യുന്നത്. ഐറിസിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഓപ്പണിംഗ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ നമ്പർ കുറയുന്നതനുസരിച്ച് ഓപ്പണിംഗ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓപ്പണിംഗ് കൂടുന്നതനുസരിച്ച് ചിത്രത്തിന്റെ സുതാര്യത, അതായത് ക്ലാരിറ്റി കുറഞ്ഞ് ബ്ലർ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഓപ്പണിംഗ് കുറയുന്നതനുസരിച്ച് ചിത്രത്തിന്റെ സുതാര്യത അല്ലെങ്കിൽ ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഇത് ആണ് വ്യക്തത, ചിത്രത്തിന്റെ വ്യക്തത കൊടുക്കുന്നു. പിന്നെ കളറ് മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് പലതരം ലെൻസുകൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ക്യാമറയിൽ പടമെടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് അപ്പർച്ചറിൽ എടുക്കുന്നു, ഏത് സമയത്ത് എന്നുള്ളതാണ്. പ്രകാശം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അപ്പർച്ചർ കുറച്ചെടുക്കണം, പ്രകാശം കുറയുന്നതനുസരിച്ച് അപ്പർച്ചർ കൂട്ടിയെടുക്കണം. അതുകൊണ്ട് അപ്പർച്ചർ സെറ്റിംഗ് വളരെ, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഒരു ചിത്രം രൂപീകരിക്കുന്നതിന്. അതിനുശേഷം നമ്മളൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിലേക്ക് ശ്രദ്ധിക്കുക, വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേത് ആദ്യം ക്യാമറയെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ കണ്ണ് വെച്ചിട്ട് ആദ്യം ഇവിടെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാമറയുടെ ഫോക്കൽ റിങ് തിരിച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിച്ച് ഫോക്കസ് ആക്കാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെയോ അല്ലെ വസ്തുവിനെ ഫോക്കസ് ആണ്. അവിടെ നമ്മൾ ഷാർപ്പായിട്ട് ഫോക്കസ് ആക്കുക. ഫോക്കസ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഐ കറക്ഷൻ ചെയ്യണം. കാരണം ആ ഫോക്കസിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കണ്ണിന് ഓരോ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ക്യാമറയും നമ്മുടെ കണ്ണുമായിട്ടുള്ള ബന്ധം ആദ്യം പ്രസ്താവിക്കുക, ഐ ലെവലിനെ കറക്റ്റ് ചെയ്തെടുക്കുക. ഐ ലെവലും കറക്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വ്യൂ ഫൈൻഡർ ഓൺ ചെയ്യാം. വ്യൂ ഫൈൻഡർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വ്യൂ ഫൈൻഡറിനകത്ത് നമ്മൾ എന്ത് കാണുന്നു അത് ഇവിടെ കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെ ഇതിനകത്ത് കട്ടാകുകയും ചെയ്യും. എന്നാൽ ഈ സാധനം, ഈ ഡിസ്പ്ലേ ബാക്കിലോട്ട് തിരിച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. ഇനി ക്യാമറ ഓട്ടോ ഫോക്കസും മാനുവലും ഇങ്ങനെ രണ്ട് വിധത്തിൽ ചെയ്യാം. ഓട്ടോ ഫോക്കസ് ക്യാമറ സ്വന്തമായിട്ട് ചെയ്യും. കല്യാണം അതുപോലെ എമർജൻസി ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ആ സമയത്ത് നമ്മൾ അധികം ക്യാമറ ഓട്ടോ ഫോക്കസിലിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഫീച്ചറോ ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഓട്ടോ ഫോക്കസിൽ നിന്ന് മാനുവൽ ഫോക്കസിലേക്ക് മാറ്റി നമ്മൾ ആവശ്യമുള്ളതനുസരിച്ച് ഫോക്കസ് ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ക്യാമറയെ വൈറ്റ് ബാലൻസ് ചെയ്യാം. അല്ലെ ഇതിന് മുമ്പേ ഷൂട്ട് ചെയ്തതിന്റെയും ഇതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നതിന്റെയും പിക്സൽസ് മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ക്യാമറയുടെ കളർ ചിപ്പിന് വൈറ്റ് ബാലൻസ് ചെയ്യണം. വൈറ്റ് ബാലൻസ് ചെയ്യാൻ ക്യാമറ ബട്ടൺ അമർത്തി അതെടുത്തിട്ട് ഇതിന്റെ മുമ്പിൽ നമ്മൾ ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ വൈറ്റ് സർഫസോ പിടിച്ച്, അത് ഇൻഡോർ ആണ് എടുക്കുന്നതെങ്കിൽ ഇൻഡോർ ലൈറ്റ് കൊടുത്ത് വൈറ്റ് ബാലൻസ് ചെയ്യണം. ഔട്ട്ഡോർ ആണ് ഔട്ട്ഡോർ ലൈറ്റിങ്ങിൽ വൈറ്റ് ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് എടുക്കത്തക്ക വിധത്തിലായി. നമുക്ക് ഒരു വസ്തുവിനെ വളരെ ദൂരത്തിൽ കാണണമെങ്കിൽ നമ്മൾ സൂം ലെൻസ് തൽക്കാലം ഉപയോഗിക്കുന്നു. സൂം ലെൻസ് തിരിക്കുമ്പോൾ എന്ത് പറ്റുന്നു, വളരെ ലോങ് ഷോട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. സൂം ലെൻസ് തിരിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ ലോങ് ഷോട്ട് കിട്ടും. ഈ ലോങ് ഷോട്ട് എന്തിനാണെന്ന് വെച്ചാൽ എവിടെ എന്ത് സംഭവം എവിടെ നടക്കുന്നു ആ ലൊക്കേഷനും കൂടെ ചേർത്ത് വേണം നമുക്ക് കാണിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ലോങ് ഷോട്ട് വെക്കുന്നത്. അതേപോലെ നമ്മൾ തിരിച്ചത് ഇങ്ങോട്ട് ഇതാക്കിയാൽ നമുക്കൊരു ക്ലോസ് ഷോട്ട് എടുക്കാം. അവിടെ ആര് അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ ഏത് വസ്തു എന്ന് കാണിക്കാം. ആ വസ്തുവിനെ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആക്ടർ അതുപോലുള്ള ആ ഓബ്ജക്റ്റിനെ കാണിക്കാൻ നമ്മൾ ക്ലോസപ്സിലേക്ക് വരുന്നു. അതേസമയം ആ ഓബ്ജക്റ്റ് നിലനിൽക്കുന്ന സ്ഥലവും ആ സാഹചര്യം എല്ലാം കൂടെ ചേർത്ത് കഥ പറയുന്ന ഏരിയ മുഴുവൻ കാണിക്കാൻ വേണ്ടി നമ്മൾ വെൽ ലോങ് ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ഷോട്ട് വയ്ക്കുന്നു. അപ്പോൾ വൈഡ് ആംഗിൾ ടെലിഫോട്ടോ ഈ രണ്ട് ഷോട്ടിന് ഇടയ്ക്ക് ഒരുപാട് ഷോട്ടുകളുണ്ട്. ഈ ഷോട്ടുകൾ കഥയ്ക്ക് കഥ പറയുന്ന താളത്തിനനുസൃതമായി നമുക്ക് വിഭജിച്ചെടുക്കുമ്പോഴാണ് ഒരു ക്യാമറ ഒരു പേന പോലെ, ഒരു അക്ഷരം പോലെ, വാക്ക് പോലെ, വാചകം പോലെ നമുക്ക് എഴുതാൻ ഉപയുക്തമാക്കി എടുത്തിട്ട് നമുക്കൊരു നല്ല ചലച്ചിത്ര കാവ്യം നിർമ്മിക്കാൻ സാധിക്കുന്നത്.
നറേഷൻ ഓഫ് ഷോട്ട്സ്. വെരി ലോങ് ഷോട്ട്, പശ്ചാത്തലം ഉൾപ്പെടെ ചിത്രീകരിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ലോങ് ഷോട്ട് പശ്ചാത്തല വസ്തുക്കളെ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. മീഡിയം ലോങ് ഷോട്ട് വ്യക്തികളെയും വസ്തുവകകളെയും തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കുന്നു. മീഡിയം ഷോട്ട് വസ്തുക്കളെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ബിഗ് ക്ലോസ് ഷോട്ട് ശ്രദ്ധാകേന്ദ്രത്തെ പൂർണ്ണ വ്യക്തതയിലെത്തിക്കുന്നു. ക്ലോസ് ഷോട്ട് നമ്മുടെ ശ്രദ്ധയെ കുറച്ചുകൂടി കേന്ദ്രീകരിക്കുന്നു. മീഡിയം ക്ലോസ് ഷോട്ട് വിഷയത്തെ വ്യക്തമാക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്യാമറകളിൽ ബ്ലോക്ക് ലെൻസുകളാണ് ഉപയോഗിച്ചിരുന്നത്. ബ്ലോക്ക് ലെൻസ് എന്ന് പറഞ്ഞാൽ വൈഡ് എടുക്കാനാണ്, നോർമൽ എടുക്കാനാണ്, ടെലി എടുക്കാനാണ്. അങ്ങനെ ലെൻസുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കും. എന്നാൽ ആധുനിക ലോകത്തിൽ സൂമിംഗ് എന്ന് പറഞ്ഞ കപ്പാസിറ്റി വന്നു. അതായത് ലെൻസിനെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിച്ച് വ്യൂ പോയിന്റ് മാറ്റുക. അങ്ങനെ സൂമിംഗ് ചെയ്യാനായിട്ടാണ് ക്യാമറയ്ക്കകത്ത് സൂം ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ക്യാമറ മൊത്തത്തിൽ ചലിപ്പിച്ചെടുക്കുന്ന ഷോട്ടുകളാണ്. അപ്പോൾ സ്റ്റാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറ നമ്മൾ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഒന്നുകിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പാനിങ് എന്ന് പറയും. കാരണം ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുമ്പോൾ ഇതിനെ പാനിങ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഇത് പാനിങ്. അതെന്തിനാണ്? നമ്മൾ കൂടുതൽ പ്രതലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാനിങ് ഉപയോഗിക്കുന്നത്. ആ പാനിങ് അവിടുന്ന് തിരിച്ച് പാൻ റിട്ടേൺ ചെയ്യാം, പാൻ തിരിച്ചു കൊണ്ടുവരാം, പാൻ റൈറ്റ് ആൻഡ് പാൻ ലെഫ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം. ഈ സംഗതി ചെയ്യുവാൻ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ക്യാമറ പിടിക്കുന്ന ഹാൻഡിൽ പിടിക്കുകയും അതോടൊപ്പം തന്നെ ടേൺ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ സ്ക്രൂ ലൂസ് ആക്കുകയും ചെയ്യണം. ഈ സ്ക്രൂ ലൂസ് ആക്കിയാലേ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ പാനിങ് ചെയ്യാൻ പറ്റും. എന്നാൽ അതേ സമയം തന്നെ ടിൽറ്റ് ഹെഡിന്റെ സ്ക്രൂ ടൈറ്റ് ആയിരിക്കുകയും വേണം, അല്ലെങ്കിൽ ക്യാമറ ജെർക്ക് ചെയ്യും. അപ്പോൾ ടിൽറ്റ് ഹെഡിന്റെ സ്ക്രൂ ടൈറ്റ് ആക്കിക്കൊണ്ട് ക്യാമറ ജെർക്ക് ചെയ്യാതെ ടേൺ ഹെഡിന്റെ സ്ക്രൂ ലൂസ് ആക്കി വളരെ പതിയെ തിരിക്കണം. വളരെ വേഗത്തിൽ പാൻ ചെയ്താൽ എന്ത് പറ്റും? ഫ്ലിക്കർ ചെയ്ത് പടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കാണുന്നവർക്ക് കണ്ണിന് അത് അരോചകമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ പാനിങ് എന്ന് പറയുന്ന സംഗതി മനസ്സിലായി. ഇതിന്റെ ദൃശ്യരൂപം നിങ്ങൾക്ക് പിക്ചർ ഇൻ പിക്ചറിൽ കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേൺ ഹെഡ് ബ്ലോക്ക് ചെയ്യുന്നു, തിരിച്ച് ആ ടേൺ ഹെഡ് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ടിൽറ്റ് ഹെഡ് ലൂസ് ചെയ്യുന്നു. ടിൽറ്റ് ഹെഡ് ലൂസ് ചെയ്യുമ്പോൾ നേരെ നിൽക്കുന്ന ഈ പോർഷന് നമ്മൾ ഐ ലെവൽ എന്ന് പറയും. നമ്മുടെ കണ്ണിന്റെ ലെവലിൽ കണ്ണ് ടു കണ്ണുതൊട്ട് താഴേക്ക് എടുക്കാനാകുമ്പോൾ നമ്മൾ ക്യാമറയെ സാവകാശം ഇങ്ങനെ ടിൽ ഡൗൺ ചെയ്യും. ക്യാമറ ഇങ്ങനെ ടിൽ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് തല തൊട്ട് കാല് വരെയുള്ള പാങ്ങെടുക്കാം. അതേപോലെ തന്നെ ക്യാമറയെ തിരിച്ച് താഴെ മുതൽ മുകളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ ഗോപുരങ്ങളും സ്തൂപങ്ങളും കെട്ടിടങ്ങളും മരവും അതുപോലെ മറ്റു പലയിടത്തും ഇങ്ങനെ എടുക്കുന്നതിന് ടിൽറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ക്യാമറ താഴേക്കും മുകളിലേക്കും നോർമൽ പൊസിഷനിൽ നിന്ന് താഴേക്കും മുകളിലേക്കും ടേൺ ചെയ്തെടുക്കുന്നത് ടിൽറ്റ് ഡൗണും ടിൽറ്റ് അപ്പുമാണ്. ഇത് ഉയരം കൂടിയ വസ്തുക്കളെയും മറ്റും കാണിക്കുവാനും ചില പ്രത്യേക സന്ദർഭത്തിൽ ചില ആൾക്കാർ ഇടികൊണ്ട് താഴെ വീണ് കിടക്കുന്ന ഒരാളെ നമ്മൾ അവന്റെ നിസ്സഹായത കാണിക്കുമ്പോൾ ക്യാമറ ഹൈ ആംഗിളിൽ നിന്ന് ലോ ആംഗിളിലേക്ക് ടിൽറ്റ് ഡൗൺ ചെയ്തെടുക്കുമ്പോൾ അതിൽ കാണുന്ന വസ്തു ചെറുതായി കാണുന്നതായിരിക്കും. അതേസമയം ആ ഇടിച്ച് താഴെ ഇട്ട ആളെ നമുക്കിത് കാണിക്കണമെങ്കിൽ ക്യാമറ സ്റ്റാൻഡിൽ നിന്ന് ചിലപ്പോൾ താഴെ എടുത്തു വെച്ചിട്ട് ഹയർ ആംഗിളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾ വളരെ ഉയരത്തിൽ വളരെ നീളത്തിൽ നിൽക്കുമ്പോൾ അയാളുടെ ആ സൂപ്പർ എഫക്റ്റും മറ്റേയാളുടെ നിസ്സഹായ അവസ്ഥയും രണ്ടും നമുക്ക് ചിത്രീകരിക്കാൻ ഈ രണ്ട് ആംഗിൾ കൊണ്ട് നമുക്ക് ആ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ടിൽറ്റ് അപ്പും ടിൽറ്റ് ഡൗണും. നോർമൽ വ്യൂ. എന്തുകൊണ്ടാണ് നമ്മൾ താഴേക്ക് തിരിക്കുമ്പോൾ ആൾക്കാർ ചെറുതായി പോകുന്നത്? കാരണം ക്യാമറയുടെ വിഷ്വൽ പോയിന്റ് എർത്തിന്റെ ലെവലോട് തീർന്നു പോകണത്. അതേസമയം നമ്മൾ ക്യാമറ മുകളിലേക്ക് തിരിക്കുമ്പോൾ ആൾക്ക് നീളം കൂടി പോകുന്നതുകൊണ്ടാണ്. അതിനുശേഷം ആകാശത്തിലേക്ക് ഇത് വളരെ വലുതായി കിടക്കുന്നത് നമ്മുടെ വിഷ്വൽ വ്യൂ പോയിന്റ് വളരെ ഹൈയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് നീളമുള്ളതായിട്ടും വലുതാക്കിയ ആൾക്കാരെ മെറ്റീരിയൽ ചിത്രീകരിക്കാൻ സാധിക്കും.